അപ്പം നമ്മളോട് ജനങ്ങളോടൊരു പ്രതിബദ്ധത വേണം. ഇതിനകത്ത് എന്ത് കോപ്പാടോ സെൻസർ ബോർഡ് ഉള്ളത്? സെൻസർ ബോർഡ് എന്ന് പറയുന്നത് മനുഷ്യന്മാരെ മണ്ടന്മാരാക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനുഭവ പരമേശ്വരൻ കിട്ടില്ല, എല്ലാം അതേപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനാണ് എടുത്ത് പറയാനുള്ള കാര്യം. 3 സ്ഥലത്ത് കോഡ് സീൻസ് വരുന്ന സമയത്ത് അത് മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. പക്ഷെ അത് അൺനെസസറി ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ ആയിട്ടാണ്. ബിക്കോസ് ആ ഒരു പേരും ഇതുമായിട്ടൊരു എന്ത് കണക്ഷനാണ് ഇവർ ഉണ്ടാക്കിയെന്ന് അറിയില്ല. പക്ഷേ ഇന്ത്യൻ പൗരന്റെ ആവശ്യമാണ് അതിനകത്ത് സ്പെസിഫൈ ചെയ്തേക്കുന്നത്. ഇതിൽ വിവാദം വരേണ്ട ആവശ്യമുണ്ടോ? എടാ, ഞങ്ങൾ തരുന്ന ടാക്സിന്റെ പുറത്താണ് നീയൊക്കെ സെൻസർ ബോർഡും ബാക്കിയുള്ള എല്ലാ പരിപാടിയും അവിടെ ഓട്ടിക്കുന്നത്. സർക്കാരിനെ എങ്ങനെ ഊക്കാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളാണ് ഈ സിനിമ. എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിനെ ചിലപ്പോൾ ഡയറക്റ്റ് ഇരുന്ന് നല്ല ഫിലിമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കഥയെല്ലാം ക്ലൈമാക്സ് സർക്കാരിനെതിരെ തന്നെ പറയുന്നത്. ടൈറ്റിലുള്ളതുപോലെ സ്റ്റേറ്റ് ഓഫ് കേരള നിലവിലെ സർക്കാരിനെതിരെ ആയിട്ടാണ് ക്ലൈമാക്സിൽ പറഞ്ഞിട്ടുള്ളത്. യാതൊരു ലാഘവില്ലാതെ നമുക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടിരിക്കാം. പിന്നെ സുരേഷ് ഗോപിയുടെ മോൻ ചെറുക്കന് വല്ല പണി ഒപ്പിച്ചു കൊടുത്തിട്ട് ജോലിക്ക് പറഞ്ഞിട്ട് 4 പൈസ ഉണ്ടാക്കുള്ളതിന് സിനിമയിൽ വിട്ട് മനുഷ്യന് സമയം കളഞ്ഞു. അത്യാവശ്യം ഫൈറ്റ് ഒക്കെ ആക്ഷൻ. ഇതിൽ പക്കയായിട്ടുള്ള രാഷ്ട്രീയം സെക്കൻഡിൽ കലർത്തിയിട്ടുണ്ട്. അത് കേരളത്തിന് വിരുദ്ധ വികാരം ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ്. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇന്ന് തിയേറ്ററുകളിലെത്തുകയാണ്. ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷമാണ് സിനിമ തിയേറ്ററുകളിലെത്തുന്നത്. ടൈറ്റിൽ ഉൾപ്പെടെ 8ഓളം തിരുത്തലുകളാണ് സിനിമയിൽ പുതിയതായി വന്നിട്ടുള്ളത്. സിനിമ എങ്ങനെയാണെന്ന് സിനിമ കണ്ടിറങ്ങിയവരിൽ നിന്ന് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അനുഭവ പരമേശ്വരൻ കിട്ടില്ല, എല്ലാം അതേപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനാണ് എടുത്ത് പറയാനുള്ള കാര്യം. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു പടം. സുരേഷ് ചേട്ടനായിരുന്നാലും എല്ലാവരും ഒന്നിനൊന്നിനും മികവായിരുന്നു. നല്ല അടിപൊളി ചിത്രം, നമ്മളെല്ലാവരും കാണേണ്ടതാണ്. സമൂഹത്തിൽ ഇതൊരു നല്ലൊരു എന്താ പറയുക, എല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു നല്ലൊരു ചിത്രം കൂടെയാണ്. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു, അതിന്റെ ആവശ്യം അത് നമ്മൾ നോക്കേണ്ട സിനിമയാണ്, ചോദ്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അത്ര സിനിമയായിട്ട് കാണുക. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. യാതൊരു ലാഘവില്ലാതെ നമുക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടിരിക്കാം. സൂപ്പറായിട്ടുള്ള സിനിമയാണ്. നല്ല തിരക്കഥ, കഥ, പിന്നെ സുരേഷ് ഗോപിയുടെയും പിന്നെ അനുപമയുടെ എനിക്കൊന്ന് മലയാളത്തിൽ പുള്ളിക്കാരിയുടെ ഏറ്റവും നല്ല ഫിലിമാണെന്ന് പറയും. കാരണം ബാക്കി മലയാളത്തിൽ മുമ്പ് അഭിനയിച്ചിട്ടുള്ളതിന് ചെറിയ കുറച്ച് സമയത്തേക്കുള്ള കഥാപാത്രങ്ങൾ അവർ ചെയ്തിട്ടുള്ളൂ. ഒരു ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്. യാതൊരു ലാഘവില്ല, നമുക്ക് ധൈര്യമായിട്ട് വന്ന് കാണാം. മൂവി പറയത്തൊക്കെ ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു, സെക്കൻഡ് ഹാഫ് വലിയ പോരാ, ഒരു സാധാരണ ഒരു ക്ലീഷേ പോലെ. പക്ഷേ ബോറടിക്കുന്നൊന്നുമില്ല സിനിമ, കുഴപ്പമില്ല. ഒരൊറ്റ ഫ്രെയിമിൽ അവർ ഒരുമിച്ച് വരുന്നുള്ളൂ. പുള്ളിക്കാരൻ അത്ര ഒരു റെലവെൻ്റ് ആയിട്ടുള്ളൊരു റോളല്ല ഇതിലുള്ളത്. അതിനേക്കാളും ഒരു കപ്പിൾ ഓഫ് സ്റ്റെപ്സ് അഹെഡ് ആയിട്ട് അനുപമയുടെ റോളാണ് കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്. പക്ഷേ ആസ് എ ഫസ്റ്റ് മൂവി ഹി ഹാവ് ഡൺ വെൽ. പെൺകുട്ടിക്ക് വേണ്ട ബേസിക് നീഡ് എന്താണ് അതിനകത്ത് പറയുന്നുണ്ട്. സോ എവറി പെൺകുട്ടികൾ, എവറി സിസ്റ്റേഴ്സ്, എവറി മദേഴ്സ്, എല്ലാവരും, ഈവൻ ആണുങ്ങളും എല്ലാവരും വന്ന് കാണുക. എന്ന് കണ്ടിട്ട് അവരുടേതായ അഭിപ്രായം എന്ന് പറയുന്ന ബേസിക് നീഡ്, ഒരു പെൺകുട്ടിക്ക് വേണ്ട ബേസിക് നീഡ് വരെ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. സോ വരണം, കാണണം, അടിപൊളി പടമാണ്. കുഴപ്പമില്ല, അത്യാവശ്യം ഫൈറ്റ് ഒക്കെ ഉണ്ട്. ആക്ഷൻ കൊള്ളാം, മാറിയിട്ടില്ല. നന്നായിരുന്നു, നല്ല അഭിനയം. അത്തരത്തിലൊന്നുമില്ല, നന്നായിരുന്നു. നമുക്ക് വരുന്ന പണ്ടത്തെ പോലീസ് റോളൊക്കെ ചെയ്യുന്ന ഒരു സംഭവമില്ല. ഞാനൊരു കോഡ് ഡ്രാമ, കംപ്ലീറ്റ്ലി ഒരു കോഡ് ഡ്രാമ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ആൾക്ക് ത്രൂ ഔട്ട് ദ മൂവി ഇല്ല. പക്ഷെ ഉള്ളതിലൊക്കെ നമുക്ക് പണ്ട് കണ്ട ഒരു പഞ്ച് ഡയലോഗ് ഉണ്ടല്ലോ ആളുടെ, അതൊക്കെ ഇതിലുണ്ട്. അതായത് നമുക്ക് ഇരുന്ന് ക്ലാപ്പ് ചെയ്യാൻ പറ്റുന്ന 1-2 മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. അത് എനിക്ക് തോന്നി പേരിന്റെ ഇതിലാണ് ഇഷ്യൂ വന്നതെന്നാണ് ഞാൻ ആസ് ഫാർ ആസ് ഐ നോ. അത് 2-3 സ്ഥലത്ത് കോഡ് സീൻസ് വരുന്ന സമയത്ത് അത് മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. പക്ഷെ അത് അൺനെസസറി ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ ആയിട്ടാണ്. ബിക്കോസ് ആ ഒരു പേരും ഇതുമായിട്ടൊരു എന്ത് കണക്ഷനാണ് ഇവർ ഉണ്ടാക്കിയെന്ന് അറിയില്ല. പക്ഷെ കാണേണ്ട ഒരു പടമാണ്. ഒരു സൊസൈറ്റി, ഒരു യങ്സ്റ്റേഴ്സ് കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. അത് ചോദിക്കാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. വിവാദം എന്ന് പറഞ്ഞാൽ എനിക്ക് ചോദിക്കാനുള്ള സെൻസർ ബോർഡിനാണ്. ഞാനടക്കം കൊടുക്കുന്ന മനുഷ്യന്മാരുടെ ടാക്സിൻ്റെ ഇത് വെച്ചിട്ടാണ് അവന്മാരവിടെ ഉണ്ണുന്നത്. അപ്പം നമ്മളോട് ജനങ്ങളോടൊരു പ്രതിബദ്ധത വേണം. ഇതിനകത്ത് എന്ത് കോപ്പാടോ സെൻസർ ബോർഡ് ഉള്ളത്? നിങ്ങൾ വലിയ ഇതുണ്ടാക്കിയ ജാനകി എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ പേര് വയ്ക്കാൻ പാടുള്ള മറ്റത്, ഇതിനകത്ത് എന്താണ് ഈ സിനിമയ്ക്കകത്തുള്ളത്? സെൻസർ ബോർഡ് എന്ന് പറയുന്നത് മനുഷ്യന്മാരെ മണ്ടന്മാരാക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടാ, ഞങ്ങൾ തരുന്ന ടാക്സിൻ്റെ പുറത്താണ് നീയൊക്കെ സെൻസർ ബോർഡും ബാക്കിയുള്ള എല്ലാ പരിപാടിയും അവിടെ ഓട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തക്കതായിട്ടുള്ള ഈ സിനിമയ്ക്കകത്ത് നിങ്ങൾ കാണിച്ചു തരണം. ആ ഒരു സാധനം ഇതിനകത്തില്ല.
അപ്പം നമ്മുടെയൊക്കെ ടാക്സും വാങ്ങിച്ചിട്ട് നിങ്ങൾ ഫുഡും അടിച്ചിട്ട് നിങ്ങൾക്കൊക്കെ പറ്റുന്നതല്ല ഇവിടുത്തെ നിയമവും ഇവിടുത്തെ ഭരണഘടനയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനിയെങ്കിലും മനസ്സിലാക്കി. സെൻസർ ബോർഡാണെങ്കിലും ഏത് കോപ്പിലെ ബോർഡാണെങ്കിലും ഈ സിനിമയിൽ ഇത്ര വിവാദങ്ങൾ വരേണ്ട ആവശ്യമുണ്ട്? അങ്ങനെയൊന്നുമില്ല, വിവാദത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ഇന്ത്യൻ പൗരന്റെ ആവശ്യമാണ് അതിനകത്ത് സ്പെസിഫൈ ചെയ്തേക്കുന്നത്. ഇതിൽ വിവാദം വരേണ്ട ആവശ്യം എന്താ? അല്ലാതെ ആവശ്യമില്ല. അടിപൊളി പെർഫോമൻസ്. പുള്ളിയുടെ പെർഫോമൻസിനെ പറ്റി നമുക്കൊന്നും പറയാനില്ല. പുള്ളിയുടെ പെർഫോമൻസ് ലൈക്ക് ഔട്ട് ഓഫ് ദി വേൾഡ്. പിന്നെ പ്രൊണൗൺസിയേഷൻ, ലൈക്ക് പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി, ആ ഒരു മാസ് ഡയലോഗ് എല്ലാം അടിപൊളിയായിരുന്നു. ഡയലോഗ് പ്രസൻറ്റേഷൻ ഒക്കെ അടിപൊളിയാണ്, ഒന്നും പറയില്ല. സൂപ്പർ ഫിലിം നല്ല ഫിലിമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കഥയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കാണിച്ചതായിട്ടുണ്ട്. സ്ത്രീക്ക് നീതി വേണമെന്നുള്ളത് ലാസ്റ്റ് അത് പറയുന്നുണ്ട്. സുരേഷ് ഗോപി അടിപൊളി, സുരേഷ് ഗോപി മോനും എല്ലാവരും കൊള്ളാം. കൊള്ളൂല ബ്രോ, വളരെ മോശം സിനിമയാണ്. പിന്നെ കണ്ടന്റൊക്കെ മുമ്പ് ഇതിനു മുമ്പ് ഒരുപാട് പടത്തിൽ വന്ന കണ്ടന്റാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഒരു ഹൈ മൂവ്മെന്റ് വരുമെന്ന് പറഞ്ഞാൽ കുറേ നേരം കണ്ടു നോക്കി. ഇന്റർവെല്ലിന് കുറച്ച് മുമ്പേ ഒന്ന് പടം ടേക്ക് ഓഫ് ആയ പോലെ തോന്നി, പിന്നെ കൊണ്ട് മൊത്തത്തിൽ ഇട്ട് കഴിഞ്ഞു. ആ പീഡനവും ഇതൊക്കെ തന്നെ സ്ഥിരം. എന്തിനാണ് എങ്ങനെയാണെന്നൊന്നും ഉള്ളൊരു ചുമ്മാ വിക്ടിം പ്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കാണുന്ന പ്രേക്ഷകന് ഒരു കണ്ടന്റ് വേണം. സിനിമയാണ്, അല്ലാതെ ഇത് മെയിൻ പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനെ എങ്ങനെ ഊക്കാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ സിനിമ. എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിനെ ചിലപ്പോൾ ഡയറക്റ്റ് ഇരുന്ന് സ്ക്രിപ്റ്റിൽ കുറച്ച് തിരുത്തു വരുത്തി കാണും, സ്വന്തം ഡയലോഗ് ആണെന്ന് തോന്നണം. പിന്നെ സുരേഷ് ഗോപിയുടെ മോൻ, അവൻ്റെയൊക്കെ ഒരാവശ്യമില്ല ഈ സിനിമയിൽ. എന്തിനു വരുന്നതെന്തോ, ചെറുക്കന് വല്ല പണി ഒപ്പിച്ചു കൊടുത്തിട്ട് ജോലിക്ക് പറഞ്ഞിട്ട് 4 പൈസ ഉണ്ടാക്കുള്ളതിന് സിനിമയിൽ വിട്ട് മനുഷ്യന് സമയം കളഞ്ഞു. സുരേഷ് ഗോപി കോട്ടിട്ട് കാണാൻ ആൾക്കാർക്ക് ഒരു പ്രത്യേക ഇതാണ്. പഴയ ഒരു ഫയർ ബ്രാൻഡ് വലിയ ഡയലോഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫയറൊക്കെ കഴിഞ്ഞു, അതൊക്കെ പണ്ട്. ഇപ്പോൾ ഫയറൊന്നുമില്ല, പുക മാത്രമേ ഉള്ളൂ. പുക ഇടയ്ക്കിടയ്ക്ക് അവിടെ സിഗരറ്റ് വലിക്കുമ്പോൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ആരും കാണാതിരുന്ന അത്രയും നല്ലത്. OTT വരുമ്പം കാണാനേ ഉള്ളൂ. സോഷ്യൽ മെസ്സേജ് ആണ് കേരളം ഏറ്റെടുക്കുമ്പോൾ കുഴിച്ചതൊക്കെയാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സോഷ്യൽ മെസ്സേജ് ഇതിനേക്കാളും നല്ല സിനിമയൊക്കെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് മോഹൻലാലിൻ്റെ നേരൊക്കെ ഇതിനേക്കാളും നല്ല സിനിമ. മെസ്സേജ് അല്ലല്ലോ, മെസ്സേജ് ഇപ്പോൾ നമുക്ക് ഫിലിമായിട്ട് കാണാനുള്ള കണ്ടന്റ് വേണ്ടേ, എന്നാലേ പ്രേക്ഷകനെ കണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഒന്നും ഇതൊക്കെ ചുമ്മാ ഇപ്പോൾ വിവാദം ഉണ്ടാക്കുക തന്നെ ഫ്രീ പ്രൊമോഷനാണ്. 4 വിവാദം ഉണ്ടായി കഴിഞ്ഞാൽ ഓഡിയോ ലോഞ്ച് വേണ്ട, മാളിൽ പോയി പൈസ കൊടുക്കണ്ട, ആർട്ടിസ്റ്റിന് പൈസ കൊടുക്കണ്ട, ഒരു ഫംഗ്ഷൻ വെക്കണ്ട, എല്ലാം ഫ്രീ. സുരേഷ് ഗോപി അടുത്ത നെഗറ്റീവ് ഏറ്റവും പറഞ്ഞേക്കുന്നത് പാർട്ടി മാറ്റി സിനിമയെ കാണുമെന്നാ പറയുന്നത്. അല്ല, ഇത് സിനിമയല്ല, ഇത് പാർട്ടി പരിപാടി സിനിമയാക്കിയതാണ്. ഇത് സുരേഷ് ഗോപി പാർലമെന്റിൽ പറയുന്ന ഡയലോഗ് ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞു, അത്രേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. അഭിനയിക്കാനായിട്ടൊന്നുമില്ല, വലിയ റോളൊന്നുമില്ല. മേക്കപ്പിൻ്റെ ഇടയിൽ അഭിനയമൊക്കെ അറിയണ്ടേ, കുഴപ്പമില്ല. പിന്നെ കണ്ടിരിക്കുന്നവർക്ക് അനുപമയുടെ കമ്പാക്കിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. പുള്ളി വല്ല തെലുങ്കിലോ കന്നഡയിലോ അഭിനയിക്കാനാണ് നല്ലത്. പാട്ട് പാടി ചുറ്റിക്കറങ്ങാനാണ് പുള്ളിക്ക് ഏറ്റവും ഉത്തമം. അഭിനയിക്കാനൊന്നും പുള്ളിക്ക് അറിയാത്തൊന്നുമില്ല. പിന്നെ ഒരു ഡമ്മിക്ക് ഒരു വയർ വെച്ചുകൊണ്ട് അത് രക്ഷപ്പെട്ടു, പാവം വെച്ച്. സർക്കാരിനെതിരെ പറയാനായിട്ട് തോന്നിയിട്ടുണ്ട്. ക്ലൈമാക്സ് സർക്കാരിനെതിരെ തന്നെ പറയുന്നത്. ടൈറ്റിലുള്ളതുപോലെ സ്റ്റേറ്റ് ഓഫ് കേരള നിലവിലെ സർക്കാരിനെതിരെ ആയിട്ടാണ് ക്ലൈമാക്സിൽ പറഞ്ഞിട്ടുള്ളത്. സുരേഷ് ഗോപിയുടെ മോനെ പറ്റിയുള്ള അഭിപ്രായം, പുള്ളി ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. മറ്റേ നമ്മുടെ ഫഹദ് ഫാസിൽ വന്ന സമയത്ത് ഫസ്റ്റ് പടത്തിൽ നമ്മൾ ഒരു ഇതായിരുന്നില്ലേ, പിന്നെ പുള്ളി തിരിച്ചു വന്നിട്ട് അതേപോലെ ആയിരിക്കാം. ഇനിയും പോയി ഒന്ന് പഠിച്ചിട്ടൊക്കെ ആക്ടിങ് ഒക്കെ പഠിച്ചിട്ട് ഒന്ന് അഭിനയിച്ചാൽ കൊള്ളാം. പക്ഷെ നമുക്ക് ചിരി വന്നു, കുറേ സീൻസിൽ പുള്ളി അഭിനയിച്ചപ്പോൾ നമുക്ക് തന്നെ ചിരി വന്നു. കാരണം ആ ചിരിക്കാനുള്ള സീനല്ല, അത് നല്ല സീരിയസ് ആയ സീനാണ്. പക്ഷെ പുള്ളിയുടെ അഭിനയം കണ്ടപ്പോൾ നമുക്ക് തന്നെ ചിരി വന്നു. തിയേറ്റർ ഫുള്ളും ചിരിയായിരുന്നു. അവൻ്റെ ഓരോ ഡയലോഗിനും അവൻ്റെ സീന് കാണിക്കുന്നു. അത് പുള്ളി പുറത്ത് കൊടുത്ത സോഷ്യൽ മീഡിയയിൽ കൊടുത്ത ഇൻ്റർവ്യൂസും പുള്ളിയുടെ ആറ്റിറ്റ്യൂഡുമാണ് ആ ഒരു റിഫ്ലക്ഷനിൽ വന്നത്. കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാണ്. അത് മുതലാണ്. ഫസ്റ്റ് ഹാഫ് തന്നെ മുതലാണ്. നല്ലൊരു ഫസ്റ്റ് ഹാഫാണ്. നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഫസ്റ്റ് ഹാഫാണ്. സുരേഷ് ഗോപി ചേട്ടൻ്റെ നല്ലൊരു വമ്പൻ തിരിച്ചുവരവ് എന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഫസ്റ്റ് ഹാഫ് പോയത്. പക്ഷേ സെക്കൻഡ് ഹാഫ് ശരിക്കും ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള ഒരു ക്യാപ്ഷൻ മാറ്റിയിട്ട് ജാനകി ജസ്റ്റിസ് ഓഫ് ഹ്യൂമാനിറ്ററി എന്നിട്ടാൽ പോലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഹാഫ് ഇവിടെ കൊണ്ട് എത്തിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം നിലയിലേക്കാണ് ഈ പടം സെക്കൻഡ് ഹാഫ് കൊണ്ടെത്തുന്നത്. കാരണം നമ്മൾ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് നല്ലതും സെക്കൻഡ് ഹാഫ് മോശമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കമൻറ്റിന് താഴെ എഗെയിൻസ്റ്റ് ആയിട്ട് വരാൻ താല്പര്യമുണ്ട്. കാരണം ഇത് കേരളമാണ്. ഈ കേരളത്തിൽ ആ സെക്കൻഡ് ഹാഫിൽ വരുത്തി തീർക്കാൻ ശ്രമിച്ചിട്ടുള്ള 1-2 ക്യാപ്ഷൻസ് ഉണ്ട് പുള്ളിക്കാരൻ പറയുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട സ്ത്രീകളായിരുന്നാലും സഹോദരിമാരായിരുന്നാലും പുറത്തു പോയി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരണം, ശൗചാലയത്തിലേക്ക് യൂസ് ചെയ്യാൻ എന്നുള്ള തെറ്റായ പ്രചരണങ്ങൾ ഇതിനകത്ത് വരുത്തി കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അത് ശരിക്കും ഈ കേരളമാണ്. ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാണ്, കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു കുടിലെങ്കിൽ പോലും ശൗചാലയം ഇല്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ
നമ്മൾ ആർക്കെങ്കിലും സാധിക്കുമോ എന്നുള്ള മലയാളികളാണ്, തിരിച്ചറിവുള്ളവരാണ്, അവർക്ക് കൃത്യമായി ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ പക്കയായിട്ടുള്ള രാഷ്ട്രീയം സെക്കൻഡിൽ കലർത്തിയിട്ടുണ്ട്. അത് കേരളത്തിന് വിരുദ്ധ വികാരം ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ്. ഒരിക്കലും അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഒരിക്കൽ കൂടെ പറയാണ്. പടം ഫസ്റ്റ് ഹാഫ് നന്നായിരുന്നു. സുരേഷ് ഗോപിയുടെ നല്ലൊരു തിരിച്ചു, അദ്ദേഹത്തിൻ്റെ അഭിനയമാണ് നല്ലത്, അദ്ദേഹത്തിന് ആ പണിയാണ് നല്ലത് നമ്മൾ ആഗ്രഹിച്ചായിരുന്നു. പക്ഷേ വേറൊരു പണിയും കൂടെ വെച്ചിട്ടാണ് സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം ഇത്തരത്തിലൊരു ഈ പടം. വേറെ ഒറ്റ ചോദ്യം നിങ്ങൾ എല്ലാവരോടും കൂടെ, എന്തിനാണ് ഈ പടത്തിന് ഹൈപ്പ് കൊടുത്തത്? എന്തിനു വേണ്ടിയാണ് ഹൈപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നത്? ജാനകി എന്നുള്ള ഒരു പേരിനെ കൊണ്ട് എന്തെല്ലാം തരത്തിൽ റിയാലിറ്റി ആയിട്ടുള്ള സ്റ്റോറി നമ്മളെ സിനിമയിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ആ സിനിമയായി കാണുന്നുണ്ട്, അത് കണ്ടിട്ടും കളയുന്നു. ചിലത് തികച്ചും സാങ്കല്പികമായി കാണുന്നുണ്ട്, അതും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. ഇവിടെ എന്തിനു വേണ്ടിയാണ് ഈ ഹൈപ്പ് കൊടുത്തത്? ഹൈപ്പ് കൊടുത്താലേ 10 പേരെ കൂട്ടാൻ പറ്റൂ എന്നുള്ള ഒരു വല്ലാത്ത കുബുദ്ധി ഇതിൻ്റെ പിന്നിൽ പ്രയോഗിച്ചിട്ടുള്ളത്. കാരണം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, പടം ഫസ്റ്റ് ഹാഫ് ഓവറോൾ നല്ല, സെക്കൻഡ് ഹാഫ് BGM നമുക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതെന്ന് പറയുന്നു. ഒപ്പം മോശം സെക്കൻഡ് ഹാഫ്, വളരെ അങ്ങേയറ്റം മോശം. ഈ കേരളത്തിന് അപമാനിക്കാൻ അത് ഏത് തരത്തിലായിരുന്നാലും ഈ കേരളീയൻ എന്ന നിലയിൽ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നുള്ള വിവരം കൂടി രോഷമായി തന്നെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാണോ? ഒരിക്കലും അല്ല. ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു പകുതി മാത്രം കാണാൻ വേണ്ടി വരികയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് കൊടുക്കുന്ന പൈസ നമുക്ക് മുതലാക്കാൻ പറ്റുന്നത്? അനാവശ്യമായ വിവാദങ്ങളിൽ സിനിമയെ വലിച്ചിഴക്കുകയാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. എന്തിനായിരുന്നു ഈ വിവാദം എന്നൊക്കെയാണ് പ്രേക്ഷകർ സെൻസർ ബോർഡിനോട് ചോദിക്കുന്നത്. സെൻസർ ബോർഡിനോടുള്ള എതിർപ്പും പ്രേക്ഷകർ രേഖപ്പെടുത്തി.